സമാനതകളില്ലാത്ത അസാധാരണത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവിതം. ഉട്ടോളി പ്രസാദ് എന്ന ഈ ആനയുടെ തലവരയെ ഒറ്റ വാക്കിൽ ഇങ്ങനെ കുറിച്ചിടാം: ഈ കണ്ണുകളിൽ, ഈ തുമ്പിക്കൈയിൽ, ഈ ഉയർന്ന മസ്തകത്തിൽ, ഈ നടയമരങ്ങളിൽ മുൻവിധിയുടെ മഞ്ഞക്കണ്ണടയൊന്നും വയ്ക്കാതെ നോക്കുന്ന ഒരാൾക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന ചില കാഴ്ചകളുണ്ട്. അതെ, നിങ്ങൾ ഊഹിച്ചത് ശരി തന്നെ. അപാരമായ സ്നേഹത്തിന്റെ, ലാളനയുടെ, പരിചരണത്തിന്റെ, കരുതലിന്റെ ഒരു മുദ്ര. ക്യാമറ കണ്ണുകൾ തുറന്ന് ഞങ്ങൾ ഇവനെ ഒപ്പിയെടുക്കുമ്പോഴും തെളിഞ്ഞുകൊണ്ടിരുന്നത് ആ ഭാവങ്ങൾ തന്നെ. ഇതാ ഇവിടെ നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ കണ്ണുകളിൽ നിന്നും എൻ്റെ കഴിഞ്ഞ കാലം ഒപ്പിയെടുക്കാം. ഞാൻ അറിഞ്ഞ സ്നേഹത്തിൻ്റെ ആഴം തൊട്ടറിയാം. അവിടെ നിന്ന് വലിയ ചില തിരിച്ചറിവുകളിലേക്ക് സഞ്ചരിച്ച ദൂരം അളന്നെടുക്കാം. ഒന്നും വിട്ടുപോകാതെ എല്ലാം പകർത്തിയെടുത്തുകൊള്ളൂ എന്ന സൗഹൃദഭാവം. തൃശൂർ ജില്ലയിലെ പുതുക്കാടിൽ നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള വിശാലമായ പറമ്പിൽ പനമ്പട്ടയും ഓലയും പഥ്യാഹാരങ്ങളുമായി പാപ്പാൻ വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു പ്രസാദ്. ഞങ്ങൾ ചെല്ലുമ്പോൾ പനമ്പട്ടയ്ക്കും ഉണ്ടശർക്കരയ്ക്കും നല്ല രസികൻ പുല്ലിനും പകരം ക്യാമറയും ലൈറ്റുമെല്ലാമായി ഒരു കൂട്ടം കടന്നു വന്നപ്പോൾ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പിന്നെ സ്വതസിദ്ധമായ തലയാട്ടത്തോടെ ചിത്രീകരണത്തിന് സർവാത്മന തയ്യാറായി പ്രസാദ്. ആനയല്ലേ, കാട്ടുമൃഗമല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ഒരു കരുതൽ ആവശ്യമാണെന്ന് വിചാരിച്ച് അല്പം അകലം സൂക്ഷിച്ചു നിന്ന ഞങ്ങളോട്, വരൂ, അടുത്തേക്ക് വരൂ, ഞാനൊന്നും ചെയ്യില്ല, സ്നേഹിക്കുവാൻ മാത്രം പഠിച്ച, സ്നേഹം മാത്രം ഈ നിമിഷം വരെ അനുഭവിക്കുന്ന എനിക്ക് ഇതൊക്കെ സന്തോഷം തന്നെ എന്ന ഉത്സാഹത്തിലായിരുന്നു പ്രസാദ്. ആനക്കഥകളുടെ അരങ്ങിലേക്ക് അങ്ങനെ പ്രസാദിനെ പകർത്തുമ്പോൾ ഉട്ടോളി കൃഷ്ണൻകുട്ടിയും എത്തിച്ചേർന്നു. കേവലം ഒരു ആന മുതലാളി എന്നതിനപ്പുറം ആനയെ അറിയുന്ന, ആനകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം. അതാണ് കൃഷ്ണൻകുട്ടി.
അതോടെ പ്രസാദിന് കൂടുതൽ ഉത്സാഹമായി. പുല്ലും പേരയ്ക്കയുമെല്ലാം അകത്താക്കുന്നതിനൊപ്പം ക്യാമറയുടെ ലുക്കിൽ നിന്നും മാറിപ്പോകാതിരിക്കുവാനും ഇവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കേട്ടാൽ ആരും അതിശയിച്ചു പോകുന്ന ഒരു ഭൂതകാലത്തിനുടമയാണ് ഈ പ്രസാദ്. മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും ചില ജന്മങ്ങൾ ഇങ്ങനെയാണ്. ഒരു ഈർക്കിൽ പോലും എടുത്ത് പാപ്പാൻ ഒന്ന് ഓങ്ങാതെയും ഒരു തടിക്കഷ്ണം പോലും തൊടാതെയും ഒരു പൂരപ്പറമ്പ് പോലും കാണാതെയും കഴിഞ്ഞ 16 വർഷങ്ങൾ. എന്നാൽ ഭക്ഷണത്തിനോ താമസത്തിനോ മറ്റ് സുഖസൗകര്യങ്ങൾക്കോ യാതൊരു കുറവുമില്ല. തീരെ ചെറിയ പ്രായത്തിൽ ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയതിനു ശേഷം ഈ ആനയുടെ 16 വർഷക്കാലം ഇങ്ങനെയായിരുന്നു. നിരന്തരം പൂരപ്പറമ്പുകളിൽ സഞ്ചരിക്കുകയും പോരാത്തതിന് തടിപിടുത്തവും അലച്ചിലുമൊക്കെയായി കഴിയുന്ന കൊമ്പന്മാർക്ക് ഈ കഥ വിശ്വസിക്കാനാവില്ല. ആനയെ ഒരു കച്ചവടച്ചരക്കായി മാത്രം ഗണിച്ചു പോരുന്ന ആന മുതലാളിമാർക്കും ഈ ആനയുടെ 16 വർഷം തീർത്തും അവിശ്വസനീയമാണ്. ഊട്ടോളി പ്രസാദ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ ആരുടെ കയ്യിൽ നിന്നാണ് മേടിക്കണത്? ഒരു 3-4 വർഷം മുന്നേ തൃശ്ശൂർ തന്നെയുള്ള ഒളരി എന്ന് പറഞ്ഞ ഒരു ന്യൂ കേരള ടിമ്പേഴ്സിൽ നിന്നാണ് വാങ്ങണത്. ഈ ആന എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ 4 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നതാണ്. 4 വയസ്സ് കഴിഞ്ഞ് ആകെ ഈ ആനന് 1-2 കൊല്ലം പുറത്തേക്ക് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ആള് വെറുതെ വീട്ടിൽ കെട്ടിയിട്ട് ഒരു 16 കൊല്ലം കെട്ടുന്തറിയിൽ തന്നെ നിൽക്കുമായിരുന്നു. വലിയ കൊമ്പൊക്കെ ആയി. കണ്ട ആൾക്കാർ മുഴുവൻ ഇതിനെ കണ്ട ഇത് ഒരു വലിയൊരു ഭീകരജീവി അതിലാണ് ആന അതിവിടെ നിന്നായിരുന്നത്. പിന്നെ ഈ 16 വർഷത്തിനുള്ളിൽ ചുറ്റും വീടുകൾ വന്നു. വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായി. ഇതൊരു മില്ലിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും ഈ ഈനാശേട്ടൻ എന്ന് പറഞ്ഞ ആള് വെറുതെ അവിടെ കെട്ടിയിട്ട് നോക്കുമായിരുന്നു. ഈ ആന വന്നതിന് ശേഷം അയാൾക്ക് ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഈ മില്ലുകൾ തന്നെ അവിടെ ഒരു 5-10 മില്ലുകൾ ഉണ്ടായിരുന്നു. മില്ലുകളൊക്കെ അടച്ചു പൂട്ടിയപ്പോഴും ഈ ഈനാശേട്ടൻ്റെ മില്ല് മാത്രം നല്ല റണ്ണിങ്ങിലായിരുന്നു. ഈ ആനയുള്ളത് കാരണം കൊണ്ടാണെന്നാണ് അയാൾ വിശ്വസിച്ച് പോകുന്നത്. അതിൻ്റെ പേരിൽ തന്നെ അയാൾ ഒരാൾക്ക് ആന കൊടുക്കൂല, ആനോടെ നിന്നോട്ടെ എന്ന് പറയും. ഇയാളുടെ തടി പണിക്കൊക്കെ വേറെ മെഷീനുണ്ട്, അതുകൊണ്ട് പണി നടത്തും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ആൾക്ക് ഇത്തിരി പ്രായം ഇതൊക്കെയായി, മക്കൾക്കും താല്പര്യമില്ലാണ്ടായപ്പോൾ അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുന്ന ഒരാൾക്ക് ആനനെ നോക്കുന്ന ഒരാളെ ഏൽപ്പിക്കണം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ചെന്നപ്പെടുന്നത്. അന്ന് ചെന്നപ്പെടുമ്പോൾ വെറുതെ എനിക്ക് നോക്കുമ്പോൾ ആനനെ കണ്ടൊന്നും അറിയില്ല. ചിട്ടവട്ടങ്ങളൊക്കെ മറന്നു. ആനകളുടെ ചിട്ടവട്ടങ്ങളെല്ലാം മറന്നു. ഒരു വണ്ടി കണ്ടാൽ തന്നെ പേടിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ഞാനതിനെ എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും എനിക്കൊരു 4 മാസം കഴിഞ്ഞിട്ട് അതിനെ എൻ്റെ കൈവശം എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നീരുണ്ടായിരുന്നു. പിന്നെ അതിന് ഈ ചിട്ടവട്ടങ്ങൾ അറിയാത്ത കാരണം റോട്ടിൽ വരെ ഇറക്കാൻ പറ്റില്ല. റോട്ടിൽ ഇറങ്ങി ഒരു വണ്ടി കണ്ടാൽ അപ്പം മടങ്ങി പോകും ആന. അങ്ങനെ ഒരു ലോറി കൊണ്ടുവന്നാൽ ലോറിയിൽ കയറില്ല, ലോറിയുടെ അടുത്ത് വരും, അപ്പം മടങ്ങി പോകും. അങ്ങനെ കുറേ ക്ഷമാശീലം എന്ന് തന്നെ പറയാം. ആനയുടെ സ്വഭാവം മനസ്സിലാക്കി ഒരു ദിവസം ആളൊഴിഞ്ഞപ്പോൾ കുറച്ച് നടത്തി, പിന്നെ കുറച്ച് നടത്തി. അങ്ങനെ നടന്ന് അവിടെ ഈ തൈക്കാട്ടിശ്ശേരി ഒളരിയിൽ നിന്ന് ഇങ്ങോട്ട് വരും വഴിക്കുള്ള തൈക്കാട്ടിശ്ശേരി ഗേറ്റ് എൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ ആന ഗേറ്റ് കണ്ട ദിവസം തന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ നടന്നു. എന്നിട്ട് അവിടെ ഒരു ദിവസം കെട്ടിയിട്ട് ലാസ്റ്റ് അവിടെ നിർത്തി. പിന്നെയും ആ ഗേറ്റ് പോയിട്ട് അപ്പുറത്തെ ഗേറ്റിൽ കൂടെ
ഒല്ലൂർ കയറ്റി കൂടെ നടന്നു വന്ന് ആയമ്പോലെ വന്നു. ഇതിനിടയ്ക്ക് പാലം കണ്ടാലും ആന റിവേഴ്സ് അടിക്കും. അങ്ങനത്തെ ആനയായിരുന്നു. ഇവിടെ കൊണ്ടുവന്നു. ലോറിയിൽ കയറാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആനയായിരുന്നു. അങ്ങനെ ലോറിയിൽ കയറ്റി കുറേ പാലങ്ങൾ കടത്തി പഠിച്ചു. അതിനുവേണ്ടി 10-20 കിലോമീറ്റർ ഇങ്ങനെ നടന്ന് പോകും. അപ്പോൾ കൂടെ ഞാനും നടക്കും. ആന എന്താണാവോ ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നോട് ഭയങ്കര വിശ്വാസമായി. ഞാൻ എവിടെ നടക്കണ്ടോ എൻ്റെ പിന്നാലെ നടന്നു വന്നോളൂ. പാപ്പാമാരൊന്നും അങ്ങനെ അനുസരിക്കണ്ടായില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആന എന്ത് വിളിച്ചാലും ഇത്രയ്ക്കൊരു പാവം ആന ഞാൻ ഇതേവരെ കൊണ്ടു നടന്നതിൽ എനിക്ക് കിട്ടിയില്ല. അത്രയ്ക്ക് പാവമാണ് ആന. പക്ഷേ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ വാശിയാണ്. ഇപ്പോൾ പാപ്പാനങ്ങനെ വല്ല എന്തെങ്കിലും വടിയെടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വന്ന് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. പക്ഷേ ഞാൻ ചെന്നാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ആന പോരും. അങ്ങനെ ഇപ്പോൾ ഭയങ്കര വിശ്വാസത്തിലാണ് ആന. ഇപ്പോഴാണ് ശരിയായുള്ളൂ. അപ്പോൾ ഈ 3 വർഷത്തിനുള്ളിൽ ഇപ്പോൾ എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നടക്കുക. ആന പാലം കണ്ടാലും കുഴപ്പമില്ല. അങ്ങനെ എഴുന്നള്ളിപ്പ് ചിട്ടോട്ടങ്ങളൊക്കെ പഠിച്ചു. ഇപ്പോൾ ആള് ശരിക്കുള്ളൊരു എഴുന്നള്ളിപ്പാന എന്ന് പറയുന്നത് ഇപ്പോഴായുള്ളൂ. ഈ 3-3.5 വർഷക്കാലം എനിക്ക് എല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ നല്ല ചിട്ടവട്ടങ്ങളായി. പ്രസാദ് ആന എല്ലാവരും ആഗ്രഹിക്കുന്ന ആനയായിരുന്നു. മറ്റത് ഈ ആന വേണ്ടാന്നാണ് പറയാറ്. ഇപ്പോൾ എല്ലാവരും എല്ലാ പൂരത്തിനും പിടിച്ചു പിടിക്കും. പിന്നെ ആനനെ കണ്ട ഒരു നാടൻ ആനയുടെ ലുക്കാണ്. എല്ലാ ഭാഗങ്ങളുള്ള ആനയാണ്. അല്ലെങ്കിൽ കണ്ണുണ്ടാവില്ല, എന്തെങ്കിലും ഇല്ല ഉണ്ടാകുന്നത്. എല്ലാ ഭാഗമുള്ള ആനയാണ്. കണ്ണും ചെവിയും തലയും അതിൻ്റെ എല്ലാ ഗുണങ്ങളുള്ള ഒരു ആനയാണ്. ഉറച്ചുപോയ വിശ്വാസങ്ങളും ശീലങ്ങളും മാറ്റിയെടുക്കുവാൻ വിവേകശാലികളായ മനുഷ്യർക്ക് പോലും പലപ്പോഴും സാധിക്കാറില്ല. ശീലങ്ങളിലേക്ക് വഴുതിയും പിന്നെ പിടിച്ചു കയറിയും കാലിട്ടടിച്ചുമൊക്കെ കഷ്ടപ്പെടുന്ന നിരവധി പേരെ നമുക്ക് ചുറ്റിലും കാണുവാൻ കഴിയും. അപ്പോൾ പിന്നെ ഒരു പാവം ആനയുടെ കഥ പറയാനുണ്ടോ? സ്നേഹത്തിൻ്റെയും അതിരുകടന്ന വാത്സല്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും 16 വർഷങ്ങൾ. ആ ജീവിതചര്യകളെ മാറ്റിയെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു ആനകളെ ഹൃദയം കൊണ്ടറിയുന്ന ഈ ഉട്ടോളി കൃഷ്ണൻകുട്ടി. ആനകളെ പരിശീലിപ്പിക്കുന്നതിൽ ഒരു പ്രത്യേകമായ കഴിവ് ചേട്ടൻ കാണിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇത് രഹസ്യമൊന്നുമില്ല. ഈ ആനകളെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാലേ കുറച്ച് ആനയും ഓണർ അല്ലെങ്കിൽ അതിൻ്റെ മാനേജറായാലും ആരായാലും ആനനെ നോക്കണ ആള് കുറച്ച് ബന്ധങ്ങളുണ്ടാവണം. അത്രേ ഉള്ളൂ ഇതിൽ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ശരിക്കും പറയാം ആന ഓണർമാർ പറയും ഇത്തിരി ബോധക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ആനയുടെ അടുത്തേക്ക് പോകണം അല്ലെങ്കിൽ ആനയായിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയും. അത് ഞാൻ അംഗീകരിക്കുക. ബോധക്കുറവെന്ന് ഞാൻ തന്നെ അംഗീകരിക്കുക. ആനയോട് ഇത്ര അടുത്ത് പോണത് ആനയോടുള്ള സ്നേഹം കൊണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോണത്. അവർ പറയണത് ഇത്ര ഇതേമാതിരി അടുത്ത് പോകരുതെന്ന് പല ഓണർമാരും എന്നോട് പറഞ്ഞു. അതിനൊരു ഉദാഹരണം എങ്ങനെയാണെന്ന് ചെയ്യുക, ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് നീങ്ങിയിട്ട് 2 ആന അങ്ങോട്ട് ഇങ്ങോട്ട് അടഞ്ഞ് കാലത്ത് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഓടിച്ചെന്നു. 2 ആനേനെയും ഞാൻ ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങനെ എല്ലാ ഫ്ലാഷ് ബാക്കിലും 2 മണിക്കൂർ കൊണ്ട് ഞാൻ നടത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു സാഹചര്യം ഒരു നിമിത്തമായത് ഇവരോടുള്ള സ്നേഹമാണ്, ആനകളോടുള്ള സ്നേഹം. ഒട്ടുമിക്ക കേരളത്തിലെ 99% ആനകൾ അടഞ്ഞാൽ ആനകൾ വെടിവെക്കേണ്ട കാര്യമില്ല. വെടിവെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അതിന് പരിപാലിക്കുന്നവർ അത്ര സ്നേഹച്ചട്ടമുള്ള 1-2 ആളുണ്ടെങ്കിൽ അവർ വിളിച്ച ഏത് ആനകളും വരുന്നാണ് എൻ്റെ ഒരു ഇത്. ചേട്ടനിൽ ആനക്കമ്പം തുടങ്ങുന്നത് എപ്പോഴാണ്? ആനക്കമ്പം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ചെറുപ്പത്തിലെ തൊട്ട് തന്നെ ഇവിടെ നന്ദിക്കര മറിക്കമ്പലുണ്ടായിരുന്നു. പിന്നെ ഈ പൂക്കോടൻ ശിവൻ എന്ന് പറഞ്ഞ ആന അതിക്ക് അവരുടെ കയ്യിൽ തന്നെ വേറെ ആനകളും ഉണ്ടായിരുന്നു. ഈ ആനകളൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഇവിടെയൊക്കെ ഇടയ്ക്ക് കൊണ്ട് കെട്ടാറുണ്ട്, പാപ്പാമാർ കൊണ്ട് കെട്ടാറുണ്ട്. അപ്പോൾ ഇവരെ നോക്കാറുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലത്തെ മോഹമാണ് ആനകളെ എനിക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലുള്ള ആ മോഹം തന്നെ ചെറുപ്പത്തിലെ കൊണ്ട് കെട്ടും. അപ്പോൾ ഇനി അന്നൊക്കെ ആന ലോറികളിൽ പോകണില്ല, ലോറികളിൽ യാത്രയില്ല.
ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നായാലും പാറമേക്കാവ് തിരുമുമ്പാടിയിലെ ആനകളായാലും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് വരിക. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഒരു അത്താണി. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും ചെന്ന് നോക്കുക, ചെറുപ്പത്തിലെ തൊട്ട് അങ്ങനെ നോക്കുക. അപ്പോൾ ആനകളോടുള്ള താല്പര്യം അങ്ങനെ വന്നതാണ്. പിന്നെ എല്ലാവർക്കും താല്പര്യമുണ്ട്, പക്ഷെ എല്ലാവരും ആ ധൈര്യം നോക്കിയിട്ടല്ല. ഇങ്ങനെ ധൈര്യം ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നിട്ട് പറയാം, എല്ലാ ചെറുപ്രായക്കാർക്കും ആനകളെ ഇഷ്ടമാണ്. പക്ഷെ ചിലവർക്ക് ഇത്തിരി കൂടുതൽ പേടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇതിനെ വായിച്ചു വളർത്താനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൂടി നോക്കുമ്പോഴാണ് അത് പലരും അത് ഉപേക്ഷിക്കുന്നത്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതിനെ സാധിക്കാൻ പറ്റുന്നതും ആ ധൈര്യം റിസ്ക് എടുക്കുന്നത് ചിലവരുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. 100 വട്ടം ഓങ്ങി 6 വട്ടം പറഞ്ഞ് 1 വട്ടം തല്ലി ആനയെ ഒപ്പം കൊണ്ട് നടക്കുന്ന വിദ്യ ഒരു കലയാണ്. കാടിൻ്റെ സമൃദ്ധിയിലും വിശുദ്ധിയിലും യാതൊരു കെട്ടുപാടുകളും അനുഭവിക്കാതെ കഴിഞ്ഞ ഒരു വലിയ മൃഗത്തിനെ അതിൻ്റെ എല്ലാ വന്യതകളോടും കൂടി ഒപ്പം നടത്തിക്കുന്നത് ഒരു ശ്രമമാണ്. നിരവധി പേരുകേട്ട ആനകളെ പരിചരിക്കുകയും അതിലൂടെ അനുഭവങ്ങൾ ആർജിക്കുകയും ചെയ്തിട്ടുള്ള ഇടക്കുളം അശോകൻ എന്ന പാപ്പാനാണ് ഇപ്പോൾ അലോസരങ്ങളൊന്നും കൂടാതെ പ്രസാദിനെ പരിപാലിക്കുന്നത്. അറിഞ്ഞു കയറുന്നതിനേക്കാൾ ആനയെ അറിഞ്ഞു കയറുന്നതാണ് നല്ലതെന്ന് ഈ പാപ്പാൻ വിശ്വസിക്കുന്നു. ചേട്ടാ എത്ര വർഷമായി ആനപ്പണിയോട്? ഞാനൊരു 39 വർഷത്തോളമായി ആനപ്പണി നടന്നു. ഈ ഊട്ടോളി പ്രസാദ് എന്ന ആന അഴിച്ചിട്ട് എത്ര മാസം? ഇപ്പം ഞാൻ അഴിച്ചിട്ട് 6 മാസമാണുള്ളൂ. ഇപ്പോൾ എത്ര പരിപാടികൾക്കൊക്കെ തീർത്തു പോയായിരുന്നു? ഒരു ആദ്യത്തെ പരിപാടിക്ക് മാത്രമാണ് ചെറുതായിട്ടൊന്ന് വണ്ടി കയറാനായിട്ട്, അല്ലാണ്ട് പരിപാടി സ്ഥലത്തല്ല, വണ്ടി കയറാനായിട്ടൊന്ന് വികൃതി കാണിച്ചു. ഈ ആനയുടെ ചട്ടക്കാരനോടുള്ള ഒരു സമീപനം അതെന്താ? എൻ്റെ ഇപ്പോൾ ഈ 6 മാസത്തിനുള്ള അനുഭവം കൊണ്ട് ചട്ടക്കാരനോട് വലിയ ശല്യമില്ല, വലിയ നല്ലൊരു ശല്യമില്ല. പക്ഷെ കൂടെ ഉള്ളവരെ അടിപ്പിക്കില്ല. ആന ഒറ്റ ചട്ടമാണോ? ഒറ്റ ചട്ടമല്ല, രണ്ടുപേർക്ക് ഷൂട്ട് തെറ്റി കഴിഞ്ഞാൽ മാത്രം കൂടെ ഉള്ളവരെ അടിപ്പിക്കില്ല. കൂടെ വേറെ ആരും അടിപ്പിക്കില്ല. അല്ലെങ്കിൽ രണ്ടുപേർക്കും ഷൂട്ട് ആവുക? അല്ലെങ്കിൽ രണ്ടല്ല, 10 ആൾ നിന്നാൽ 10 ആൾക്കും ഷൂട്ടാണ്. എൻ്റെ അനുഭവം കൊണ്ട്. നുണച്ചട്ടം ഉണ്ടോ? ഉടമസ്ഥനായിട്ടൊക്കെ സീറ്റിംഗ് ഉണ്ടോ? ഉടമസ്ഥനായിട്ട് നല്ല സീറ്റിംഗ് ആണ്. വീണെടുത്ത കൊമ്പുകൾ, 18 നഖം, തേൻ കണ്ണ്, നല്ല ചെവികൾ. അങ്ങനെ ഏത് പൂരപ്പറമ്പിലും ഒരു നട മുന്നിൽ നിൽക്കുവാനുള്ള യോഗ്യത ഈ കൊമ്പനുണ്ട്. എന്താ വിശ്വാസം വരുന്നില്ലേ എന്നാണ് ഇവന്റെ ചോദ്യം. അന്തരീക്ഷവും പരിചരണ മികവും തന്നെയാണ് ഏതാനയെയും മികച്ചതാക്കുന്നത്. ആനയെന്ന വലിയ മൃഗത്തെ അതിൻ്റെ സവിശേഷതകളെ അറിയുന്നവർ എത്തുമ്പോൾ ചരിത്രവും കാലവും മാറുന്നു. കുളിയുടെ മാസ്മരികതയിൽ സ്വയം മറന്നു നിൽക്കുകയാണ് പ്രസാദ്. പൂഴി വാരിയെറിഞ്ഞും ജലാശയങ്ങളിൽ നീന്തിത്തുടിച്ചും കാടിൻ്റെ വന്യതയിൽ കഴിഞ്ഞ പഴയ കാലം ഇവൻ ഈ നിമിഷങ്ങളിൽ ഓർത്തെടുക്കുന്നു. അതറിയുന്ന പാപ്പാൻ നീരാട്ടിനെ ഒരാഘോഷമാക്കുന്നു. എത്ര നേരം ഇങ്ങനെ നിൽക്കുവാനും പ്രസാദ് റെഡി. കുളിപ്പിക്കുവാൻ അശോകേട്ടനും. യാത്രക്കിടയിൽ കുളങ്ങളും അരുവികളും ഒക്കെ കാണുമ്പോൾ ഇവനൊന്ന് നിൽക്കും. അതൊരു കാടോർമ്മയാണ്, ഉൾവിളിയാണ്. ആ ഉൾവിളികൾ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. എല്ലാ ആനകളെയും പോലെ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ കഴിയുമ്പോൾ തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കണമെന്ന് പ്രസാദിനുമുണ്ട് ആഗ്രഹം.
ആ താളത്തിലും മേളത്തിലും സ്വയം മറന്നു നിൽക്കുന്ന പുരുഷാരം, അവർക്കിടയിലെ തലപ്പൊക്കം. ആരാണ് കേമനെന്ന ചോദ്യം. ഉട്ടോളി തറവാട്ടിൽ നിന്നും പൂരത്തിനു പോകുന്ന ഗജങ്ങൾ വേറെയുമുണ്ട്. അവർക്കൊപ്പം പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണിവൻ. ഉട്ടോളി കൃഷ്ണൻകുട്ടിയും ആ ദിനത്തെ മുന്നിൽ കാണുന്നു. ഒപ്പം വീട്ടുകാരും. ആനകളെ സ്നേഹിക്കുന്ന വീട്ടിൽ അതൊക്കെ ഒരു ആഹ്ലാദമാണ്, ഉത്സാഹമാണ്. കൃഷ്ണൻകുട്ടിയുടെ ആനപ്രേമത്തിന് എപ്പോഴും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയ പത്നിയും ഒപ്പമുണ്ട്. ആദ്യമായിട്ടൊരു ആനനെ കൊണ്ടുവന്നപ്പോൾ വന്ന് വീട്ടിൽ കയറിയപ്പോൾ തന്നെ ചേട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു. ആദ്യമായിട്ട് തന്നെ പഴം എന്നെ കൊണ്ട് തന്നെ പൊടിപ്പിച്ചു. അപ്പം പേടിയുണ്ടായിരുന്നു. പിന്നീട് അത് പേടി മാറി. പിന്നെ ഇന്ന് ആനനെ കാണണം എന്നായിരുന്നു ഒരനുഭവം. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമതും ഒരു ആന വന്നു. അപ്പോൾ ഈ ആന വന്നപ്പോൾ വീട്ടിൽ നല്ല ഐശ്വര്യം, നല്ല എല്ലാം കൊണ്ടും നല്ല തൃപ്തിയായിട്ട് തോന്നി. എന്നും കാലത്ത് തന്നെ എനിക്ക് കഴിഞ്ഞാൽ ആനനെ കാണണം എന്നുള്ള ഇതാണ് തോന്നാറ്. കണ്ടിട്ട് തന്നെ എണീറ്റ് വന്ന വഴി ആനനെ കണ്ട് ആനയ്ക്ക് ചേട്ടനും അത് നിർബന്ധമാണ്. ചേട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ആനയ്ക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ആള് വന്ന് വീട്ടിൽ വരുള്ളൂ. അതിലൊക്കെ ഞാൻ പിന്നീട് നല്ല തൃപ്തിയായിട്ട് തോന്നിയിരുന്നത്. പിന്നെ പിന്നീട് അങ്ങനെ 5 ആനകൾ ഒന്നിച്ച് അടുത്തടുത്ത് വന്നു. അത് പിന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് എന്നെ കൊടുത്തപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ കുറേ നാൾ ഞങ്ങൾ ഉറക്കമില്ലാത്ത മാതിരി തന്നെയായിരുന്നു കൊടുത്തപ്പോഴൊക്കെ. പിന്നെ വേറെ ആന പിന്നെയും വാങ്ങിയപ്പോഴാണ് ഇനി എന്തായാലും ജീവിതം മുഴുവനും ഒരു ആന വേണം എന്നുള്ള തൃപ്തി തന്നെയാണ്. ഇന്ന് ആന പരിചരണം വളരെയേറെ ചെലവും അതിലേറെ ഉത്തരവാദിത്വങ്ങളും നിറഞ്ഞതാണ്. ഒരാന കാഴ്ചയിലും കർമ്മത്തിലും മികവുറ്റതാകണമെങ്കിൽ അതിനു പിന്നിൽ ധാരാളം അധ്വാനം ആവശ്യമുണ്ട്. ചികിത്സയും തീറ്റയും തുടങ്ങി ആനപ്പാപ്പാന്മാരുടെ ലഭ്യത വരെ കുഴപ്പം പിടിച്ച വസ്തുതകളാണ്. പാപ്പാന്മാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, നല്ല ക്വാളിഫൈഡ് ഉള്ള പാപ്പാന്മാരുണ്ടെങ്കിൽ ഇതിൽ നിൽക്കുള്ളൂ. അത് എല്ലാവരും ക്വാളിഫൈഡ് അല്ല. ക്വാളിഫൈഡ് ഉള്ളവർ ഇതിലേക്ക് വരുന്നില്ല, പാപ്പാൻ പണിയിൽ വരുന്നില്ല. പിന്നെ പാപ്പാന്മാരെ ഒരു വൈദ്യസഹായം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അതേമാതിരി ഡോക്ടേഴ്സ് നല്ലതൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇത് ചികിത്സിക്കാനുള്ള സാമഗ്രികളില്ല. കംപ്ലീറ്റ് അതിനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ വേണമല്ലോ. ഈ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലില്ല. അതായത് ഒരു തായ്ലൻഡിലോ കൊളംബോ ശ്രീലങ്കയിലാണെങ്കിൽ എല്ലാ മെഷീനറിയും ഉണ്ട്. ശ്രീലങ്കയിലൊക്കെ ഒരു കാല് അറ്റുപോയിട്ട് അവർ വേറെ ഒരു എക്സ്ട്രാ കാല് വെച്ച് റെഡിയാക്കി മുറിവ് ഉണക്കി ആന നടക്കണ ഭാഗം വരെ കാണിച്ചു. നമ്മുടെ അവിടെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഓണർമാർ അധികം ഇല്ലാണ്ടാവാണ്. ആന ഓണർമാർക്ക് ആനകൾക്ക് ഡിമാൻഡ് ഉണ്ട്, നല്ല ആനകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് കൊണ്ടു നടക്കാൻ പറ്റണ്ടേ? കൊണ്ടു നടക്കാൻ വെച്ചാൽ ഇവിടെ അങ്ങനെ ചികിത്സിക്കാനുള്ള സൗകര്യം ഇല്ല. ആർക്കും അറിയേണ്ടതൊന്നല്ല. ചികിത്സിക്കാൻ നല്ല ഡോക്ടർമാർ വേണ്ട ആൾക്കാരുണ്ട്, ഇതിന് വരണ ആൾക്കാർ വേണ്ടതുണ്ട്. പക്ഷേ ഇതിനുള്ള ഒരു എക്സ്ട്രാ എടുക്കാൻ വരെ ഇന്ന് ഇന്ത്യയിൽ സംവിധാനം ഇല്ല എന്ന് പറയുന്നത്. ശരിക്കുള്ളൊരു എക്സ്ട്രാ എടുത്തിട്ട് ഇത് നോക്കാൻ വേണ്ടി നല്ലൊരു സംവിധാനം ഇല്ല ഇവിടെ. സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും അനുഭവം കൊണ്ടും ആനകളെ വാങ്ങുകയും പരിചരിക്കുകയും ചെയ്യുന്നവർക്ക് പ്രസാദിനെ പോലുള്ള ആനകൾ തിരികെ നൽകുന്നത് അതേ അളവിലുള്ള സൗഭാഗ്യങ്ങളാണ്. ഉട്ടോളിയിലും പ്രസാദ് സൗഭാഗ്യങ്ങൾ നിറയ്ക്കും. പൂരപ്പറമ്പുകളിൽ ഇന്ന് പ്രസാദിന്റെ സാന്നിധ്യം ഒരു അനിവാര്യതയാണ്. ചില്ലറ ഭയങ്ങൾ കൂടി മാറിയാൽ നിങ്ങൾക്ക് എന്നിൽ നിന്നും പലതും പ്രതീക്ഷിക്കാം എന്ന് മടങ്ങിപ്പോരുമ്പോൾ പ്രസാദ് ഞങ്ങളോട് പറഞ്ഞു. അതെ, അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.
ആനക്കഥകളുടെ ഈ ഭാഗം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരാനയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.